സോ ഗൈസ്, നമ്മുടെ കുറേ നാളത്തെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്ന ചൈന ട്രിപ്പ് ഇന്നിവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിൽ നിന്നും ചൈന ഷെൻജനിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഷെൻജൻ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രാവൽ പാർട്ട്നേഴ്സായിട്ടുള്ള ട്രാവൽ ആൻഡ് ട്രാൻസോം അവരുടെ ഏജൻസ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ എവിടെയോ ഉണ്ട്. നമ്മളത് ആദ്യം കണ്ടുപിടിക്കണം. നിലവിൽ നമുക്ക് ഫോണിൽ നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നുമില്ല, കാരണം പുതിയ സിമ്മ് കാര്യങ്ങളെല്ലാം നമുക്ക് നാളെ ഒരു മീറ്റിങ്ങിലേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ സേഫായിട്ട് നമ്മൾ ആൾക്കാരെ കണ്ടെത്തി നമ്മൾ നമ്മുടെ താമസിക്കുന്ന ഹോട്ടൽ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ചെറിയൊരു ബ്രീഫിങ്, ബേസായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കാര്യങ്ങൾ എന്നുള്ള ഒരു ബ്രീഫിംഗാണ് നമുക്കിവിടെ തരുന്നത്. അതേപോലെ ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം. ഇനി അടുത്തൊരു 10 ദിവസത്തേക്ക് നമ്മൾ ഈ ഒരു റൂമിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അടിപൊളി റൂമാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് ടോയ്ലറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നല്ല അടിപൊളി സെറ്റപ്പായിരുന്നു. എന്നിരുന്നാലും റമദ ഹോട്ടൽ. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഔട്ട്സൈഡ് ലുക്ക് വ്യൂ എന്ന് പറയുന്നത്. മെയിൻ ടൗൺ സെൻറ്റർ ഒന്നുമല്ല, അത്യാവശ്യം ഉള്ളിലേക്ക് കയറിയാണ്. എന്നാലും അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു. സോ ഡേ 2 നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മളിവിടെ തുടങ്ങുകയാണ്. ഇന്നിപ്പോൾ സമയം രാവിലെ 9:30. നമ്മളൊരു 8 മണി തൊട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുന്നതാണ്. കുറച്ച് ഫ്ലൈറ്റ് ഡിലേ ഉണ്ടായിരുന്നു. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ കൂടെ തന്നെ പോകുന്നത് കൊണ്ട് എല്ലാവരും ലാസ്റ്റ് ഇപ്പോൾ 6 മണിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് എത്തിയവരുണ്ട്. അപ്പം അതുകൊണ്ടാണ് എല്ലാവരും നല്ല ടയേർഡായിട്ടിരിക്കുകയാണ് ഫസ്റ്റ് ഡേ തന്നെ. പക്ഷേ ആരും ഹോട്ടൽ റൂമിലൊന്നും ഇരിക്കാതെ എല്ലാവരും നേരെ ബസ്സിലേക്ക് കയറി നമ്മൾ നേരെ ഫർണിച്ചർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. കാരണം നമുക്ക് ചൈനയിൽ 10 ദിവസമാണുള്ളത്. ഈ 10 ദിവസം നമുക്ക് മാക്സിമം ഏരിയാസ് എല്ലാം നമുക്ക് കവർ ചെയ്യണം. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. സോ അപ്പോൾ നമ്മൾ ഫർണിച്ചർ മാർക്കറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോഷാൻ ഫർണിച്ചർ മാർക്കറ്റ് വേൾഡിലെ തന്നെ നമ്പർ 1 ഫർണിച്ചർ മാർക്കറ്റാണ്. ഇതൊരു ജസ്റ്റ് ഒരു മാർക്കറ്റല്ല, ഒരു ലോകമാണ്. ഫർണിച്ചറിന് വേണ്ടി തന്നെ ഉള്ളൊരു ലോകമാണ്. അപ്പോൾ നമ്മൾ ഫോഷാൻ ഫർണിച്ചർ മാർക്കറ്റിലെ ഒരു മെയിൻ ബിൽഡിങ്ങിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതേപോലെയുള്ളൊരു 10-50 ബിൽഡിങ്ങുകൾ വേറെ ഉണ്ട്. ഇത് ഫുള്ള് ഫർണിച്ചേഴ്സിന് വേണ്ടി മാത്രമാണ്. അത് ഒരു ബിൽഡിങ് ചിലപ്പം ഹോം ഫർണിച്ചേഴ്സിന് വേണ്ടിയായിരിക്കും, ഒരു ബിൽഡിങ് ചിലപ്പം ഹോസ്പിറ്റൽ ഫർണിച്ചേഴ്സ് ആയിരിക്കും, ഒരു ബിൽഡിങ് ഇതേപോലെ സ്കൂൾ ഫർണിച്ചേഴ്സ് ആയിരിക്കും. അതേപോലെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിന് വൈസ് നമുക്കിവിടെ ഓരോരോ മാളുകൾ കാണാം. അപ്പം നമുക്ക് ആവശ്യം എന്താണ്, ഇപ്പോൾ എനിക്ക് സോഴ്സ് ചെയ്യേണ്ടത് ഇപ്പം സ്കൂൾ ഫർണിച്ചേഴ്സ് ആണെങ്കിൽ അതിൻ്റെ മാളിൽ നേരെ പോവാം. കാരണം നമുക്ക് ഈ ഒരു ഒറ്റ ട്രിപ്പ് കൊണ്ട് നമുക്ക് ചൈനയൊന്നും ഒട്ടും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. ഇതുണ്ടല്ലോ, ഓരോരോ മാളുകളും ഓരോരോ ഫർണിച്ചർ സ്റ്റോറാണ്. നമ്മൾ ഈ ഒരു മാളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ മെയിൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മാളിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴാണ് ഇത് എത്രത്തോളം വലുതാണ് ഈ ഒരു മാളെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മോർ ദാൻ 500+ സ്റ്റോറാണ് ഈ ഒരു സിംഗിൾ മാളിൽ തന്നെ ഉള്ളത്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ പ്രൊഡക്റ്റിലേക്ക് പോവാം. ഇതേപോലെ മസാജിങ് ചെയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് തന്നെ പല വെറൈറ്റി മോഡൽസിലുള്ളതുണ്ട്. നമുക്കിത് വീട്ടിലേക്കുള്ള പർപ്പസിന് ആയിട്ടുള്ളതുണ്ട്. അതേപോലെ തന്നെ നമുക്കിത് ഇതുപോലെ മാളുകളിലേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് ഈ പ്രൊഡക്റ്റിൽ തന്നെ നമുക്ക് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് 1 hour അല്ലെങ്കിൽ 15 മിനിറ്റ് അങ്ങനെയൊക്കെ നമുക്ക് മസാജ് ചെയ്യുന്ന രീതിയിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഈ ഓരോ പ്രൊഡക്ട്സും.
അപ്പോൾ ഇതേപോലെയുള്ള ഓരോ പ്രൊഡക്ട്സിൻ്റെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു QR കോഡ് നിങ്ങളുടെ WeChatൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സപ്ലയറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരായിട്ടൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അവർ കാറ്റലോഗ്സ്, പുതിയ പുതിയ പ്രൊഡക്ട്സിൻ്റെ കാറ്റലോഗ്സ് അയച്ചു തരും. ഇനി അതല്ല നമ്മളെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താലും നമ്മൾ ഇതുപോലെയുള്ള എല്ലാ നിങ്ങളുടെ പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള പ്രൊഡക്ട്സിൻ്റെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റോർ എന്ന് പറയുന്നത് നമ്മുടെ പൂൾ ടേബിൾ കാര്യങ്ങളൊക്കെയാണ്. പല വേരിയൻസിലുള്ള അവൈലബിൾ ആണ്. നിങ്ങൾക്കിത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ കിട്ടും.
ഇതേപോലെ ആരെങ്കിലുമൊക്കെ ഒരു വീടൊക്കെ ഇപ്പോൾ പുതിയത് പണിയുന്നതുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയാസും കാര്യങ്ങളും കിട്ടും. നമ്മൾ ഇതുവരെ ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം അതൊക്കെ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് നേരെ പർച്ചേസ് ചെയ്ത് നേരെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകുക എന്നല്ല. ഇപ്പം നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഐഡിയാസ് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് നാട്ടിൽ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓരോ പ്രൊഡക്ട്സും നമുക്ക് ഓരോ ഐഡിയാസ് ഇതുപോലെ നമ്മൾ ഓരോ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ പ്രൊഡക്ട്സ് കാണുമ്പോഴും നമുക്ക് ഓരോരോ ഐഡിയാസ് കിട്ടും. അതാണ് മെയിൻ നമുക്ക് ഈ ഓരോരോ നമുക്ക് ഈ ട്രാവൽ കൊണ്ടുള്ള മെയിൻ ഗുണങ്ങൾ. അപ്പോൾ ഇതേപോലുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ ഈ ഒരു സോഫയുടെ ആണെങ്കിലും ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണം, ആ വക കാര്യങ്ങളാണെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ്, ഇതിൻ്റെ ഏത് മെറ്റീരിയൽ വേണം, ഇതിൻ്റെ എല്ലാം പ്രൈസ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ ഷോപ്പിലെ സ്റ്റാഫുകളാണെങ്കിലും ചിലപ്പോൾ അവർ സ്റ്റാഫുകളല്ലായിരിക്കും, ചിലപ്പോൾ ഓണേഴ്സ് തന്നെയാണ് പലതും. നമുക്കറിയില്ല ഇത് ആരൊക്കെയാണ് ഓണേഴ്സ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഇവരാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ചില ഷോപ്പിൽ നമുക്ക് വീഡിയോസ് കാര്യങ്ങൾ അലൗഡ് അല്ല. അതവിടെ അവർ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മളോട് പറയും. അപ്പോൾ അവിടെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഇതേപോലെ തന്നെയാണ് നമുക്ക് ആ ഒരു ലേറ്റസ്റ്റ് പ്രൊഡക്ട്സ് വീഡിയോയിലൂടെ ഔട്ടായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഷോപ്പുകളും ഉണ്ട്. അതേപോലെ തന്നെ ഫുള്ള് നമ്മളെ ചുറ്റി നടന്ന് കാണിച്ച് നമ്മളെ വീഡിയോ എടുത്ത് എല്ലാം ഹാപ്പിയാക്കി വിടുന്ന ഷോറൂമുകളും ഉണ്ട്.
നമുക്ക് ഇതേപോലെയുള്ള വെറൈറ്റി കോൺസെപ്റ്റിലുള്ള ഓരോ മോഡൽസും ഓരോ ഇതും നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിസാരം നമുക്കിപ്പോൾ നമ്മുടെ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ കളർ കോമ്പിനേഷൻ മാച്ച് ചെയ്യും, ഇതൊക്കെ നമ്മൾ എത്ര 3D ഡിസൈൻ ചെയ്താലും നമ്മൾ ഇവരൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടേക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ലക്ഷറി പ്രീമിയം ഫീല് തോന്നിക്കും. പക്ഷേ നമ്മൾ വീട്ടിലേക്ക് ഇത് ചിലപ്പോൾ ചിലത് നമ്മളിതുപോലെ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് അത്ര ഒരു എഫക്റ്റ് തോന്നിക്കത്തില്ല. അത് നമുക്ക് അതേപോലെ തന്നെ നല്ല രീതിക്ക് ഡിസൈൻ ചെയ്ത് നമുക്ക് വീട്ടിൽ അതും മാച്ച് ചെയ്യുന്ന കളേഴ്സ്, കാർപ്പറ്റ്, കാര്യങ്ങളെല്ലാം മാച്ചിങ് വന്നാൽ നമുക്ക് ഈ ഒരു ഔട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനെല്ലാം നമുക്ക് സപ്പോർട്ട് ഉണ്ട്. നമുക്കിപ്പം ഒരു വീട് ഡിസൈൻ ചെയ്യുന്ന ഒരാളാണ്, ജസ്റ്റ് പ്ലാന് കാര്യങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ആ പ്ലാന് ഇവിടെ ചൈനയിൽ ഇവർക്ക് മിക്ക ഷോറൂമിലും അവർക്ക് ഓഫീസുണ്ട്. അവർ പ്ലാൻ വാങ്ങിച്ചിട്ട് അവർ ഡിസൈൻ ചെയ്ത് കാണിച്ചു തരും. നമുക്ക് ഇന്ന ഫർണിച്ചേഴ്സൊക്കെ ഇവിടെ മാച്ച് ആയിരിക്കും, ഇവിടെ നല്ല അവർ കുറേ നമ്മളെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കാണിച്ചു തരും. അതിനൊക്കെ പേയ്മെൻറ്റ് ഉണ്ട്. എന്നാലും ഇത്ര നമുക്ക് നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഹൈ റേറ്റ് ഒന്നുമില്ല. നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനും കൂടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊരു വലിയൊരു എക്സ്പെൻസായിട്ട് മാറില്ല. കാരണം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ ഡിസൈനിങ് കോസ്റ്റൊക്കെ തിരിച്ചു കിട്ടും. അതൊക്കെ ഓരോ കമ്പനീനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ കമ്പനിയിലായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ റേറ്റിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, ഇപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിന് അത്രയും ബഡ്ജറ്റ് നമുക്കില്ല. അപ്പോൾ ഇവർ തന്നെ നമുക്ക് ബഡ്ജറ്റ് കുറച്ച് മെറ്റീരിയൽ ചേഞ്ച് ചെയ്ത് പക്ഷേ ഇതേ ഒരു ഔട്ടിൽ കിട്ടുന്ന രീതിയിൽ ഇവർ തന്നെ സജസ്റ്റ് ചെയ്ത് തരും. ഇവർക്ക് തന്നെ ഫാക്ടറീസ് എല്ലാം ഉണ്ടാവും. ഇവർ തന്നെ നമുക്കത് ആ രീതിയിൽ നമുക്ക് എത്തിച്ചു തരും. അപ്പം നമ്മുടെ ആവശ്യം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതാണ് ഇവിടുത്തെ എല്ലാം ഒരു മെയിൻ ഒരു ഉപകാരമായിട്ട് ഞാൻ കണ്ടത്. ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാട്രസ്സാണ്. AI മാട്രസ് ആണത്. നമുക്ക് സ്ലീപ്പ് മോണിറ്ററിങ്, മസാജ് ഫങ്ഷൻ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് അതിലുണ്ട്. ഇതിനൊക്കെ നമുക്ക് ചൈനയിൽ വലിയ വിലയൊന്നും പറയാനില്ല. പക്ഷേ നാട്ടിലേക്ക് ഇതെത്തിക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മോഡൽസ് നമ്മൾ കാണുക. ഈ മോഡൽസൊക്കെ ഇങ്ങനെയൊക്കെ മോഡൽസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മളൊരു വീട് പണിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മോഡൽസൊക്കെ നമുക്ക് നാട്ടിൽ പണിക്കാരുണ്ടെങ്കിൽ നമുക്ക് പണിതെടുക്കാം. ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിന് തന്നെ നമുക്ക് ഈ ഓരോന്നും നമുക്ക് പണിതെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് മോഡൽസ് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ ഒരു വീട് പണിയുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ചൈന വിസിറ്റ് ചെയ്താൽ
നോർമലി ഉള്ള ഒരു വീടിൻ്റെ ഐഡിയ മാറി നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ വരെ പറ്റും ഓരോരോ ഐഡിയാസ് ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ഏകദേശം ഓടിച്ചു വിട്ട് ഒന്ന് ഈ ഒരു മാള് നമ്മൾ ചുറ്റി കറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാവരും കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് അതേപോലെ തന്നെ ഇനി ഇവിടെ ഉള്ള ഓരോരോ മാളുകളും നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് കയറി വ്ളോഗ് ചെയ്യാനുണ്ട്. അതെല്ലാം പുറകെ വരും.
ഇതാണ് ഈ ഒരു മാളിൻ്റെ ടോപ്പ് ആംഗിളിൽ നിന്നുള്ളൊരു വിഷ്വൽ. ഗ്രൗണ്ടിൽ ഉള്ളത് ഫുള്ള് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സാണ് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. നമ്മൾ അത്യാവശ്യം ഓടിച്ചു വിട്ട് എല്ലാം ഒന്ന് കയറി ഇറങ്ങി കണ്ടു പോന്നു. ഈ ഒരു മാൾ നമ്മളൊരു 2 മണിക്കൂർ എടുത്തു ഓടിച്ചു വിട്ടിട്ട് ഫിനിഷ് ചെയ്യാൻ. ഇതുപോലെ തന്നെ ആക്സസറീസ്, ഹോം ഡെക്കോർ ഐറ്റംസ്, അങ്ങനെയുള്ള പല പല ഐറ്റംസ് നമുക്കിവിടെ കാണാം. ഈ ഹോം ഡെക്കേഴ്സിന് വേണ്ടി തന്നെ വേറൊരു മോൾ തൊട്ടപ്പുറത്തുണ്ട്, അവിടെയും നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചൈനയിലെ ആദ്യത്തെ ഒരു വ്ളോഗാണ്, എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതെല്ലാം തിരുത്തിക്കൊണ്ട് പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും സലാം.